ശബരിമലയിൽ ഭിന്നശേഷിക്കാർക്ക് ഡോളി സേവനം ഉറപ്പാക്കണമെന്ന് പോലീസിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുടെ വാഹനം നിലയ്ക്കലെത്തുമ്പോൾ പോലീസ് പമ്പയിലേക്ക് വിവരം കൈമാറണമെന്നും കോടതി. ഹൈക്കോടതി നടപടി തിരുവനന്തപുരം പാലോട് സ്വദേശികൾക്ക് ഡോളി സേവനം നിഷേധിച്ചെന്ന പരാതിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗ്യാസ് ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLA അടക്കമുള്ള ജനപ്രതിനിധികളെ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധം പരിസ്ഥിതി ലോല പ്രദേശത്ത് നിന്നും ഗ്യാസ് ക്രിമിറ്റോറിയം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. മലപ്പുറം തൊഴുവാനൂർ സ്കൂളിന് സമീപം സിമന്റ് ഗോഡൌണിന് അനുമതി ലഭിച്ചതിൽ പ്രതിഷേധം. അനുമതിക്ക് പിന്നിൽ ഇടതുപക്ഷ കൗൺസിലുടെ ഇടപെടലെന്ന് നഗരസഭാ ചെയർമാൻ. ഗോഡൌൺ ആരംഭിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം ആരംഭിക്കാനിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത്. ആലപ്പുഴ പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പാണ്ടനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. അശാസ്ത്രീയ വാർഡ് വിഭജനം, വൈദ്യുതി ചാർജ് വർധന, പെൻഷൻ വിതരണത്തിലെ അഴിമതി എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ധർണ. KPCC നിർവാഹക സമിതി അംഗം കോശി M ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ച് മലപ്പുറം എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം T രായൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VP അഹമ്മദ് കുട്ടി മദനി തുടങ്ങിയവർ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്തിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ICDS നിയമനങ്ങളിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ നടന്ന പ്രതിഷേധം മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക പിറന്നാൾ സദ്യയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് കാടാമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലോക ആന്റി മൈക്രോബിയൽ റെസിഡൻസ് ബോധവൽക്കരണ വാരം ആചരിച്ചു. യോഗത്തിൽ PG ഡോക്ടർമാർക്കായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ അവാർഡുകൾ സമ്മാനിച്ചു. സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറം പ്രസ് ക്ലബിന്റെ 20ാം വാർഷികത്തിന് തുടക്കം. വാർഷികാഘോഷത്തിന്റെ ലോഗോ നെയ്യാറ്റിൻകര MLA K ആൻസലൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃശൂർ മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ സായുധ സേനാ ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറും സമ്മാന വിതരണവും നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. തൃശൂർ തിരുവില്ലാമല പുനർജനി നൂഴൽ ചടങ്ങിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ നട തുറക്കൽ, നിർമാല്യ ദർശനം, വിശേഷാൽ പൂജ, നാമജപ ഘോഷയാത്ര എന്നീ ചടങ്ങുകൾ നടന്നു. KSTA ആലപ്പുഴ ജില്ലാ സമ്മേളനം ഡിസംബർ 14-15 തീയതികളിൽ നടക്കും. ഡിസംബർ 14 രാവിലെ 10 മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KM ജോസഫ് മാത്യു അധ്യക്ഷനാകും. 15 നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പൊതുചർച്ച, മറുപടി പ്രമേയങ്ങൾ, തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും.